പുത്രൻ സിദ്ധാർത്ഥ് വിനോദ്, ശചിദേവി, ഹൻസിക ഹരി, ഉത്താനപാദൻ റോണക് സന്ദീപ്, ഉത്തമൻ കിയാൻ സന്ദീപ്, സുനീതി നൈനിക രമേശ്, സുരുചി അദ്വിക കുറുമ്പൂർ, നാരായണൻ സാത്വിക് ശ്യാം, വിഷ്ണു നിഹാര രമേശ്, അപ്സരാസ് Aditi Vadakane and Ashley Krishna. Narrator Ishani Pillai. Join us as we journey through this divine story of faith, resilience, and ultimate grace. സ്വയംഭൂ മനുവിന്റെ പുത്രനായ ഉത്താനപാദ രാജാവിന്റെ കൊട്ടാരം. അദ്ദേഹത്തിന് 2 പത്നിമാർ, സുരുചിയും സുനീതിയും. സുനീതിയുടെ പുത്രനായി ധ്രുവനും സുരുചിയുടെ പുത്രനായി ഉത്തമനും രാജാവിൽ ഉണ്ടായിരുന്നു. അച്ഛാ, അച്ഛാ, എനിക്ക് അച്ഛന്റെ മടിയിലിരിക്കണം. അനുജൻ ഉത്തമൻ ഇരുത്തുമ പോലെ എന്നെയും ഇരുത്തുമോ അച്ഛാ? എന്ത്, മഹാരാജാവിന്റെ മടിയിലിരിക്കാനോ? എന്നിവൻ അച്ഛന്റെ മടിയിലിരിക്കാൻ ആഗ്രഹിക്കുന്നു. നാളൊരിക്കൽ അച്ഛന്റെ സിംഹാസനം ആഗ്രഹിച്ചാലോ? അപ്പോൾ എന്റെ പുത്രൻ ഉത്തമൻ? അരുത്, ഇത് ഒരിക്കലും അനുവദിക്കരുത്. മാറി നിൽക്ക്. മഹാരാജാവിന്റെ മടിയിലിരിക്കാനോ? അതിന് നിനക്ക് എന്ത് അധികാരമാണുള്ളത്? രാജപുത്രനാണെങ്കിലും നീ എന്റെ ഉദരത്തിൽ പിറന്നവനല്ല. അതുകൊണ്ട് തന്നെ നിനക്ക് അധികാരവും ഇല്ല. രാജാവിന്റെ മടിയിൽ കയറിയിരിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോയി ഭഗവാനെ തപസ് ചെയ്ത് പ്രസാദിപ്പിക്ക്. എന്നിട്ട് നീ എന്റെ മകനായി ജനിക്കണം. അല്ലാതെ ഈ ജന്മം അതിന് സാധ്യമല്ല. മഹാരാജൻ, വരൂ, നമുക്ക് എന്റെ അന്തപുരത്തിലേക്ക് പോകാം. ചെറിയമ്മയുടെ വാക്കുകൾ കേട്ട് അതീവ ദുഃഖിതനായ 5 വയസ്സ് മാത്രം പ്രായമുള്ള ധ്രുവൻ കരഞ്ഞുകൊണ്ട് തന്റെ അമ്മ സുനീതിയുടെ അടുത്തേക്ക് ഓടി ദുഃഖത്തിന്റെ കാരണം അറിയിച്ചു. അമ്മ, എല്ലാ കുട്ടികളും അവരുടെ അച്ഛന് എന്ത് ഇഷ്ടമാണ്? എന്താണ് എന്റെ അച്ഛന് മാത്രം എന്നെ സ്നേഹിക്കാൻ കഴിയാത്തത്? ഉണ്ണി, ചെറിയമ്മയുടെ വാക്കുകൾ കേട്ട് നീ സങ്കടപ്പെടണ്ട. നിന്റെ അച്ഛന് നിന്നോട് സ്നേഹമില്ല എന്ന് കരുതി നീ ദുഃഖിക്കുകയും അരുത്. ഭഗവാൻ നാരായണനെ ഭജിച്ചാൽ നിനക്ക് രാജാവിന്റെ മടിയിൽ കയറിയിരിക്കാനുള്ള അർഹത ലഭിക്കുമെന്ന് ചെറിയമ്മ പറഞ്ഞ വാക്കുകൾ സത്യം തന്നെയാണ്. ആരാണ് അമ്മേ ഈ നാരായണൻ? അദ്ദേഹത്തെ എങ്ങനെയാണ് കാണാൻ കഴിയുക? ആരൊക്കെ നമ്മളെ കൈവിട്ടാലും നമ്മളെ ഒരിക്കലും കൈവിടാത്ത ഒരു ശക്തിയുണ്ട്. അതാണ് ശ്രീമൻ നാരായണൻ. ബ്രഹ്മാദി ദേവന്മാരും നിന്റെ മുത്തച്ഛനുമായ സ്വയംഭൂ മനുവും ആരെ പൂജിച്ചിട്ടാണോ സകല ഐശ്വര്യങ്ങളും നേടിയിട്ടത്, ആ ഭഗവാൻ ശ്രീമൻ നാരായണനെ നീയും ഭജിക്കുക. അദ്ദേഹത്തിന് അല്ലാതെ മറ്റാർക്കും നിന്റെ ദുഃഖത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയില്ല. അതിനാൽ നീ പൂർണ്ണ മനസ്സോടെ ഭഗവാൻ നാരായണനെ ശരണം പ്രാപിക്കൂ ധ്രുവ. മാതാവിന്റെ വാക്കുകൾ കേട്ട ധ്രുവ രാജകുമാരൻ നാരായണനെ ഭജിക്കാനായി കൊട്ടാരം വിട്ടിറങ്ങി. മാർഗമധ്യേ ധ്രുവൻ നാരദ മുനിയെ കണ്ടുമുട്ടി. കുമാരനിൽ നിന്നും കാര്യങ്ങൾ ഗ്രഹിച്ച നാരദ മുനി അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഹേ ബാലക, കളിക്കോപ്പുകളുമായി കളിക്കേണ്ട പ്രായത്തിൽ നിനക്ക് എന്തിനാ ഇത്രയും അധികം അഭിമാനബോധം? ഇനി അഥവാ എന്തെങ്കിലും ദുഃഖം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ സ്വകർമ്മ ഫലമായി കരുതി ആശ്വസിക്കും. എന്നിട്ട് മടങ്ങിപ്പോകും. നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് നീ മടങ്ങിപ്പോകൂ കുമാര. എന്നോട് ക്ഷമിച്ചാലും മഹർഷി, എനിക്ക് മടങ്ങി പോകാൻ സാധിക്കില്ല. എന്റെ ചെറിയമ്മയുടെ വാക്കുകൾ എന്നെ അത്ര അധികം വേദനിപ്പിച്ചു.
സാക്ഷാൽ വിഷ്ണുപാദം അല്ലാതെ മറ്റൊന്നും ഈ ധ്രുവന്റെ മനസ്സിലില്ല. മഹാവിഷ്ണുവിനെ കണ്ടെത്താൻ അങ്ങ് എന്നെ സഹായിക്കില്ലേ? നാരായണ നാരായണ. എങ്കിൽ നിന്റെ മാതാവ് ഉപദേശിച്ചതുപോലെ നീ വാസുദേവനെ ഭജിക്കുക. അതിനായി യമുനാ നദീ തീരത്ത് മധുവനത്തിലേക്ക് പോകും. അവിടെ യമുനയിൽ 3 നേരം കുളിച്ചും ഏകാഗ്ര മനസ്സോടെ സാക്ഷാൽ ശ്രീഹരിയുടെ ദിവ്യരൂപം മനസ്സിൽ ഓർപ്പിച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രത്താൽ ഭഗവാനെ ഉപാസിക്കുക. നിന്റെ ആഗ്രഹം തീർച്ചയായും സാധിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ. മധുവനത്തിലെത്തിയ ധ്രുവൻ ഉഗ്രയ തപസ്സാരംഭിച്ചു. ഓരോ മാസവും ധ്രുവകുമാരൻ തന്റെ തപസ്സിന്റെ കാഠിന്യം വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്നു. 5-ാം മാസമായപ്പോൾ ശ്വാസം പുറത്തുവിടാതെ കുംഭകം ചെയ്ത് ഒറ്റക്കാലിൽ തപസ്സു തുടങ്ങി. അപ്പോഴേക്കും 3 ലോകങ്ങളും ധ്രുവകുമാരന്റെ തപസ്സിന്റെ താപത്താൽ വിറയ്ക്കാൻ തുടങ്ങി. ത്രിലോകങ്ങളിൽ പ്രാണവായു നിലച്ചു. ഇന്ദ്രദേവ രക്ഷിച്ചാലും സകല ജീവജാലങ്ങളും പ്രാണവായുവിനായി പിടയുന്നു. എന്താണ് സംഭവിക്കുന്നത്? എന്താണ് ഇതിന് കാരണം? അതാ നോക്കൂ, മധുവനത്തിൽ ധ്രുവകുമാരൻ തപസ്സു ചെയ്യുകയാണ്. ധ്രുവന്റെ തപസ്സിന്റെ താപത്താൽ ത്രിലോകങ്ങളും ചുട്ടുപൊള്ളുന്നു. നമ്മുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ധ്രുവന്റെ തപസ്സാണ്. ഇന്ദ്രദേവ, അങ്ങ് എന്താണ് പറയുന്നത്? കേവലം 5 വയസ്സുള്ള ബാലകന്റെ തപസ്സിന് ഇത്ര ശക്തിയോ? സൃഷ്ടിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ്. അങ്ങ് ഉടനെ എന്തെങ്കിലും ചെയ്ത് ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാക്കണം ഇന്ദ്രദേവ. ദേവന്മാർ വിഷ്ണു ഭഗവാനെ അഭയം പ്രാപിച്ചു.